ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യു ചാനൽ ഹൗസ് ടു ഹോം. ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള റെസിപ്പി തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കുന്ന മൈൽഡായിട്ടുള്ള ഒരു ചിക്കൻ കറി റെസിപ്പിയാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയും ഇഡലിയുടെ കൂടെ, ദോശയുടെ കൂടെ, പത്തിരിയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ മാത്രമല്ല അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. വളരെ മൈൽഡായിട്ടുള്ള റെസിപ്പിയാണിത്. മാത്രമല്ല ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള സ്പൈസസ് എല്ലാം തന്നെ ബേസിക് ആയിട്ടുള്ള സ്പൈസസ് ആണ്. ഉണ്ടാക്കുന്ന രീതിയിൽ മാത്രം ഞാനൊരു ചെറിയ ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ വീഡിയോയിൽ പോയിട്ട് ഈ ചിക്കൻ കറീനെ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വരാം. അപ്പം ഞാനിന്ന് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബ്രോണും ഫ്ലഷും ഒക്കെ ഉള്ള പീസസ് ആണ്. പിന്നെ വാങ്ങിക്കുമ്പോൾ പ്രത്യേകിച്ച് മീഡിയം സൈസ് പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വാങ്ങിച്ചു. പിന്നെ ചിക്കൻ കറി ആയതുകൊണ്ട് നമുക്ക് ബോണും ഫ്ലഷും ഉള്ള പീസസ് എല്ലാം കൂടെ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. ഈ ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിലുള്ള മുളക് പൊടി ഇങ്ങ് ചേർത്തോളൂ. ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തരച്ച ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാല നല്ലപോലെ ചിക്കനിൽ തേച്ച് പുരട്ടിയെടുക്കാം. നമുക്ക് എല്ലാ പീസസിലും ഈവൺ ആയിട്ട് അപ്ലൈ ആവാതെ നമുക്കൊന്ന് മിക്സ് ആക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യണം. ഒരു അടപ്പിട്ട് എടുത്തിട്ട് ഇതിനെ മാറ്റി വയ്ക്കാം. ഇനിമേൽ ഞാൻ വേറൊരു ബൗളിൽ ഒരു 3 തക്കാളി ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പഴുത്ത തക്കാളി ആയിരിക്കണം കേട്ടോ. 2-3 പച്ചമുളക് ഇങ്ങനെ സ്ലിറ്റ് ചെയ്ത് ചേർത്തോളൂ. ഒപ്പം തന്നെ ഒരു പിടി കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മല്ലിയിലയും കൂടെ നല്ലപോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുത്തോളൂ. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് പുതിന ചേർക്കുന്നുണ്ട്. അധികം ചേർക്കണ്ട, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഡോമിനേറ്റ് ചെയ്യും. ഇനി നമ്മൾ കയ്യിനെ കൊണ്ട് നല്ലപോലെ ഒന്ന് നവടി കൊടുക്കാം. നമുക്കെല്ലാം അരിഞ്ഞിട്ടും കറിയിൽ ചേർക്കാനാണ്. പക്ഷേ എനിക്ക് വേണ്ടി ഒരു പ്രാവശ്യം ഇങ്ങനെ ചേർത്ത് നോക്കൂ. എന്തായാലും നിങ്ങൾക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യും. എന്തായാലും ടേസ്റ്റിൻ്റെ ഡിഫറൻസും ഒരു റിച്ച്നെസ്സും ഉറപ്പായിട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കും. പുതിന നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടിപ്പ് ചെയ്യാം. അപ്പം നല്ലപോലെ നമ്മൾ ഇടി കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തതുകൊണ്ട് ഈ തക്കാളിയുടെ ജ്യൂസ് എല്ലാം അങ്ങ് പുറത്തേക്ക് വന്നു. അങ്ങനെ മിനിമം 10 മിനിറ്റ് നമുക്ക് മറിക്കണം. നമ്മൾ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഞാനിവിടെ ഒരു വലിയ പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോർമൽ കുക്കിംഗ് ഓയിലാണെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളെ ഇഷ്ടം. നല്ലപോലെ ചൂടാവട്ടെ. ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 സവാള നല്ലപോലെ ഫൈനായിട്ട് ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഈ സവാളയുടെ ഒപ്പം തന്നെ ചുമന്ന മുളകും കൂടെ അങ്ങ് പൊട്ടിച്ചിടുള്ളൂ. എന്നിട്ട് ഈ സവാള നല്ല ബ്രൗൺ ആവുന്ന വരെ നമുക്ക് കുക്ക് ചെയ്യണം. നല്ല ബ്രൗൺ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ കറി ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഇപ്പോൾ ഒരു നല്ല ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് വെച്ചിരുന്ന ചിക്കൻ പീസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സൈസ് പീസസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ലപോലെ ഒന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഈ ചിക്കൻ്റെ ഒപ്പം തന്നെ ഒരു 10-15 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലൊഴിച്ച് കുക്കായി വന്നതിന് ശേഷം എടുത്ത് കടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ അല്ലാണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എനിക്ക് വേണ്ടി എന്തായാലും ഒരു പ്രാവശ്യം ചേർത്ത് കൊടുത്ത് നോക്കൂ. ഇന്ന് 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് പുരട്ടിയെടുക്കാം. അപ്പോഴേക്ക് ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം പുറത്തേക്ക് വരാൻ തുടങ്ങും. ജസ്റ്റ് ഒന്ന് 2-3 മിനിറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇന്ന് കുറച്ചായിട്ട് ഇങ്ങനെ വെള്ളം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തന്നെ 2 മിനിറ്റ് കുക്കതിന് ശേഷം നമ്മൾ നവച്ചിരുന്ന ആ തക്കാളിയുടെ കൂട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളം മാത്രമല്ല, തക്കാളിയുടെ ജ്യൂസ്, പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ള മല്ലിവേപ്പിലയുടെ ഫ്ലേവേഴ്സിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ കുക്കായി വരണം. പിന്നെ നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ 2ാം പാൽ ഒരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസ് അങ്ങ് ചേർത്ത് കൊടുക്കാം. പക്ഷേ അങ്ങനത്തെ ആവശ്യമൊന്നും ഇല്ല. ഇതിങ്ങനെ തന്നെ വീണ്ടും ഒരു 2-3 മിനിറ്റ് ഒന്ന് നല്ലപോലെ അങ്ങ് വഴറ്റി കൊടുക്കുക. അപ്പോഴേക്ക് ആ ചിക്കനിൽ നിന്ന് മൊത്തം വെള്ളം അങ്ങ് പുറത്തേക്കിട്ടുണ്ടാവും. കണ്ടില്ലേ? ഇനി നമുക്കിതൊന്ന് അടച്ച് ഒരു 7 മുതൽ 10 മിനിറ്റ് എങ്കിലും കുക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ചിക്കൻ നല്ല അടിപൊളിയായിട്ട് ഡ്രൈ ആയിട്ടും ഫ്ലേവർഫുള്ളായിട്ടും കുക്കായി വന്നിട്ട് ആ തക്കാളിയുടെ ഒരു ടേസ്റ്റ് ഫ്ലേവറും നമ്മൾ ചേർത്തിട്ടുള്ള ഗ്രീൻ ലീവ്സിൻ്റെ ഫ്ലേവറും ആയിട്ടൊക്കെ നല്ല ഡ്രൈ കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോഴും തക്കാളി നവടി എടുക്കുമ്പോഴൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു.
ഇപ്പം നോട്ട് ചെയ്ത് നോക്കിയിട്ട് വേണം കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ 1/4 ഗ്ലാസ് മാത്രം വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉപ്പും എരിവും ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തോളൂ. അപ്പം നല്ലപോലെ ഒന്ന് പെരട്ടതിന് ശേഷം ഞാൻ തേങ്ങാപ്പാൽ ചേർക്കാൻ പോവുകയാണ്. ഞാനിന്ന് ഒരു പാലാണ് എടുത്തിട്ടുള്ളത്. ഒരു തേങ്ങയുടെ 1/4 പാൽ, നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള 1/4 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തോളൂ. കാരണം തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് സമയം ആകുമ്പോൾ തന്നെ ഗ്രെയിനെ കട്ടിയായി പോകും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒന്നും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് കുക്ക് ചെയ്യാൻ പാടില്ല, അത് തിളയ്ക്കാൻ പാടില്ല. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിന് ഓപ്പൺ പാനായിട്ട് തന്നെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ അരിവേപ്പില ചേർക്കുന്നുണ്ട്. ഒപ്പം തന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം വേണ്ടിയിട്ട് മാത്രം അങ്ങ് വെയിറ്റ് ചെയ്യുക. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ കറി എല്ലാ റെസിപ്പീസിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പം ഇങ്ങനെ എണ്ണ ജസ്റ്റ് ഒന്ന് പിരിഞ്ഞ് വന്നിട്ടുണ്ട്, മാത്രമല്ല തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിനെ ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീണ്ടും ഒരു ടേസ്റ്റ് ആയിട്ട് റെസിപ്പി അല്ലെങ്കിൽ വീഡിയോ ആയിട്ടുള്ള എപ്പിസോഡായിട്ട് ഞാൻ കാണാൻ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹൗസ് ടു ഹോം.